ആഘോഷങ്ങൾ അവസാനിച്ചാലും VM സൂപ്പർ വാല്യുവിൽ ഓഫറുകൾ അവസാനിക്കുന്നില്ല. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ. VM സൂപ്പർ വാല്യൂ ആൻഡ് ഡിജി വേൾഡ്, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്. ഫലപ്രദമായ അധ്യാപനം തന്നെയാണ് പ്രബോധനമെന്ന് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ അഭിപ്രായപ്പെട്ടു. വിശുദ്ധ റമളാനിനോടനുബന്ധിച്ച് ഖത്തർ പ്രവാസി കൂട്ടായ്മയുടെ സഹകരണത്തോടെ മുള്ളൂർക്കര റേഞ്ചിലെ മഹല്ല മദ്രസകളിൽ സേവനം ചെയ്യുന്ന 150 പേർക്കുള്ള 11ാമത് റിലീഫ് വിതരണവും മജ്ലിസ് നൂർ ആത്മീയ സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഇസ്ലാമിക വിജ്ഞാന പ്രസരണ രംഗത്ത് പ്രവർത്തിക്കുന്ന മല്യങ്ങൾ കൂടിയാകുമ്പോൾ അതിൻ്റെ പ്രസക്തി വർദ്ധിക്കുകയാണ്. കാരണം നമ്മുടെ പുരോഗമന മക്കൾക്ക് മതപരമായ വിജ്ഞാനം പകർന്നു കൊടുക്കുന്നവരാണ് മല്യങ്ങൾ എന്നുള്ളത്. വളരെ തുച്ഛമായ ശമ്പളത്തിലാണ് പല മല്യങ്ങളിലും അവർ ഉദ്യോഗസ്ഥരും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ റിലീഫ് പ്രവർത്തനങ്ങൾ അവർക്ക് വലിയൊരു ആശ്വാസം നൽകാൻ കഴിയുന്ന ഒന്നാണ് എന്നതിൻ്റെ സംശയം. മല്യങ്ങൾ ചെയ്യുന്ന സേവനത്തിൻ്റെ പ്രാധാന്യം കൂടിയാണ് അതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രവാചക സ്വഭാവങ്ങൾ നിർവഹിച്ച ഒന്നാണ് അധ്യാപനം. ഞാനൊരു മല്യമാണെന്ന് അള്ളാഹു നബി നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ട് എന്നുള്ളത് യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ ശമ്പളമാണെങ്കിലും പ്രയാസമില്ലാതെ മുന്നോട്ട് ജീവിതം നയിക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ നാം സംരക്ഷിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ഉത്തരവാദിത്തമാണ്, ബാധ്യത. കാരണം രക്ഷിതാക്കൾ ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് അവരുടെ മക്കൾക്ക് മതപരമായ വിദ്യാഭ്യാസം നൽകി അവരെ ഉത്തമ വിശ്വാസികളാക്കി മാറ്റുക എന്നുള്ളത്. അത് സമയക്കുറവ് കാരണവും തിരക്ക് കാരണവും വിജ്ഞാനക്കുറവ് കാരണവും ഇതുവരെ സാധ്യമാവാത്ത സാഹചര്യമാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിനെ സംസ്ഥകല്ല ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിലായി മദ്രസകൾ സംവിധാനിച്ചുകൊണ്ട് ആ മദ്രസയിലൂടെ അവരുടെ മല്ലിക നിയമിച്ച് അവരിലൂടെ നിർവഹിക്കപ്പെടുന്ന പ്രവർത്തനങ്ങളാണ്. അപ്പോൾ അത് ചെയ്യുന്ന മല്യങ്ങളെ നാം ഏറ്റെടുക്കുകയും അവർക്ക് വേണ്ടി സഹായിക്കാൻ വേണ്ടി തയ്യാറാവുകയും ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്നതിൽ യാതൊരു സംശയമില്ല. കാഞ്ഞിരശ്ശേരി അൽ മദ്രസത്തുൽ ബദ്രിയയിൽ വെച്ച് നടന്ന സംഗമത്തിൽ റിലീഫ് കമ്മിറ്റി മുഖ്യ രക്ഷാധികാരി സയ്യിദ് MP കുഞ്ഞുക്കോയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. മുള്ളൂർക്കര റേഞ്ച് റിലീഫ് കമ്മിറ്റി ചെയർമാൻ AK ഇസ്മായിൽ അൽ ഹസനിയുടെ നേതൃത്വത്തിൽ കാഞ്ഞിരശ്ശേരി മഖാം ഷരീഫ് സിയാറത്തിന് ശേഷം ആരംഭിച്ച മജ്ലിസ് നൂർ ആത്മീയ സംഗമത്തിന് മുള്ളൂർക്കര റേഞ്ച് പ്രസിഡന്റ് A അഷ്റഫ് ദാരിമി നേതൃത്വം നൽകി. മുഹമ്മദ് സ്വാലിഹ് അൻവരി ചേകന്നൂർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ജംഇയ്യത്തുൽ മുഅല്ലിമീൻ മുദരീബ് അബ്ദുൽ ഹക്കീം ബാഗവി, തൃശൂർ ജില്ലാ ഓഡിറ്റർ CA സുലൈമാൻ മുസ്ലിയാർ, ഷാഹുൽ ഹമീദ് അൽ ഗാസിമി, അബ്ദുൽ ജബ്ബാർ ഫൈസി, BAM അജ്മൽ ഭാഗവി, TH ഉമർ ദാരിമി, MM സിദ്ദിഖ് മൗലവി, KS മുഹമ്മദ്, KM ഉമർ ഹാജി, PS ഗമറുദ്ദീൻ മുസ്ലിയാർ, PK മൂസ, സയ്യിദ് VP ഷാഹിദ് കോയത്തങ്ങൾ, KM ഉസ്മാൻ മൗലവി, AA സൈനുദ്ദീൻ, PA വീരാൻകുട്ടി മുസ്ലിയാർ, CH ഫൈസൽ, MS മുഹമ്മദ് സൽമാൻ, സയ്യിദ് VS സാബിഖ് തങ്ങൾ, സമസ്തയുടെയും പോഷക ഘടകങ്ങളുടെയും പ്രധാന ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ 3ാമത് സേവന അവാർഡിന് അർഹരായ ആറ്റൂർ KM ഉസ്മാൻ മൗലവിക്കും 2024 മുള്ളൂർക്കര റേഞ്ച് പരിധിയിൽ നിന്നും MBBS കരസ്ഥമാക്കിയ ഡോക്ടർ മുഹമ്മദ് നാഫിഹ്, ഡോക്ടർ റംഷീല നാഫിഹ്, ഡോക്ടർ ഫാത്തിമ നുജൈം ഷിയാസ്, ഡോക്ടർ മുഹമ്മദ് ഫർസീൻ, ഡോക്ടർ ആദില മുസ്തഫ, ഡോക്ടർ മുബീന, BSc പാസായ മാജിദ എന്നിവർക്കുമുള്ള ഉപഹാരങ്ങൾ പാണക്കാട് തങ്ങൾ വിതരണം ചെയ്തു. ഖത്തർ പ്രവാസി കോർഡിനേറ്റർ KM അലി താജ് മൻസിൽ മുള്ളൂർക്കര, റിലീഫ് കമ്മിറ്റി ജനറൽ കൺവീനർ KA ഹംസക്കുട്ടി മൗലവി തുടങ്ങിയവർ സംസാരിച്ചു. റൈറ്റ് വിഷൻ ന്യൂസ്, മുള്ളൂർക്കര.